ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. ഇപ്പോൾ നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഉണ്ട്, വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മൾ കാണുന്നതൊക്കെ ഫോട്ടോ എടുക്കുന്നു, നമ്മൾ ആൾക്കാർക്ക് പലർക്കും അയച്ചു കൊടുക്കുന്നു. അതൊക്കെ നമുക്ക് പണി കിട്ടുന്ന പണിയാണ്. അതുകൊണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന ആക്ടിനോടൊപ്പം വലിയ പ്രാധാന്യമുള്ള ആക്ടാണ് ഏതാ? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. മനസ്സിലായോ? മനസ്സിലായോ പറഞ്ഞത്? യെസ്. ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വാസ് എനാക്റ്റഡ് ഓൺ ഡാഷ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എനാക്ട് ചെയ്തത് എന്നാണ്? മക്കളെ 9th June 2000. 9th June 2000. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് ഇനി പോയാലും, PSC പരീക്ഷ എഴുതാൻ പോയാലും, LLB പരീക്ഷ എഴുതാൻ പോയാലും, UPSC എഴുതാൻ പോയാലും, സിവിൽ സർവീസ് എഴുതാൻ പോയാലും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൽ നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഉറപ്പാണ്. മനസ്സിലായോ? കാരണം ഇൻഫർമേഷൻ ടെക്നോളജി ഒഴിവാക്കിക്കൊണ്ട് ഇനി നമ്മൾ മുമ്പോട്ട് പോകാനേ പറ്റില്ല. യെസ്, 9th June 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. അടുത്തത് വെൻ IT ആക്ട്. IT ആക്ട് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്. എന്നാണ് ഈ നിയമം പ്രാവർത്തികമായത്? എന്നാണ്? 17th October 2000. ഒക്ടോബർ 17, 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്താക്കിയത്? പ്രാവർത്തികമായത്. അതായത് പ്രാബല്യത്തിൽ വന്നത്. അടുത്തത് സാർ, അപ്പോ ജൂണിലോ? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 5 മാസം എടുത്തു നടപ്പാക്കാൻ. അല്ല സാർ, ജൂണിൽ അപ്പൊ എന്താ നടന്നേ? ജൂണിൽ നിയമം പാസാക്കി. നിലവിൽ വന്നത് 17 ഒക്ടോബർ 2000. പാർലമെന്റിൽ പാസ്സായി പ്രസിഡന്റ് ഒപ്പുവെച്ച ഡേറ്റാണ് 9th June 2000. ഒരു നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ അന്ന് തന്നെ പ്രാബല്യത്തിൽ വരണമെന്നില്ല. അത് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇന്ന ദിവസം മുതൽ പ്രാബല്യത്തിൽ വരും എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം കൂടി അതിനകത്തുണ്ടാവും. മനസ്സിലായോ? അങ്ങനെ 17th October 2000 IT ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ്. റെഡി? അതെ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവിഷൻസ് ഓഫ് ദി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഹാസ് ബീൻ സ്ട്രക്ക് ഡൗൺ ബൈ ദ സുപ്രീം കോർട്ട്? താഴെ പറയുന്ന പ്രൊവിഷനുകളിൽ ഏതാണ് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണ്, റൈറ്റ് ടു പ്രൈവസിക്കെതിരാണ് എന്ന് പറഞ്ഞ് സ്ട്രക്ക് ഡൗൺ ചെയ്തത്? ഏതാണ്? 66A. അതെന്താണ്? ഇപ്പോൾ 66A എന്താ പറയുന്നേ? പ്രൊവൈഡ്സ് പണിഷ്മെന്റ് ഫോർ സെൻഡിങ് ഒഫൻസീവ് മെസ്സേജ് ത്രൂ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. പണിഷ്മെന്റ് ഫോർ സെൻഡിങ് ഒഫൻസീവ്, കുറ്റകരമായ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റീവ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണ്, പിന്നെ കമ്പ്യൂട്ടർ, ടാബ്ലറ്റ്, ലാപ്ടോപ്പ്, ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റീവ് ഡിവൈസ് എന്ന് പറയുന്നത്. ഇതുവഴി ഒഫൻസീവായ കാര്യങ്ങൾ അയച്ചാൽ എന്തു ചെയ്യും? അതിൽ പണിഷ്മെൻ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒഫൻസീവ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ആ സാഹചര്യം വന്നപ്പോൾ സുപ്രീം കോടതി എന്ത് ചെയ്തു? അത് സ്ട്രക്ക് ഡൗൺ ചെയ്തു കഴിഞ്ഞു. മനസ്സിലായോ? വ്യക്തതയില്ലാത്ത നിയമം. അതിൻ്റെ കോളത്തിൽ കിടക്കെ നോക്കിയേ. 66A of IT Act 2000 has been struck down by the Supreme Court as unconstitutional in case of Sharia Singhal versus Union of India. ശ്രേയ കേട്ടോ, ശ്രേയ സിംഗാൾ
വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2015 എന്ന് പറയുന്ന കേസിലാണ് 66A ഓഫ് IT ആക്ട് 2000 ഹാസ് ബീൻ സ്ട്രക്ക് ഡൗൺ ബൈ ദ സുപ്രീം കോർട്ട് ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. സുപ്രീം കോടതി ഏതെങ്കിലും നിയമം മൊത്തമായോ ഭാഗികമായോ എടുത്തു കളയണമെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയണം. മനസ്സിലായോ? വെറുതെ ഒരു നിയമത്തിനെ അസാധുവാക്കാൻ പറ്റില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ മാത്രമേ അസാധുവാക്കാൻ പറ്റൂ. മനസ്സിലായോ? ആ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഏതാ മൂന്നാമത്തെ ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനും ആ കോളത്തിലുള്ളതും കൂടെ മനസ്സിലായോ? നോക്കിയേ. മനസ്സിലായി? 5 വർഷം നോക്കോ. മനസ്സിലായി. യെസ് സർ. Question number 4. The Information Technology Act 2000 is passed to provide legal recognition for the transaction carried out by means of electronic data. Interchange and other means of electronic communication commonly referred as dash. Question മനസ്സിലായോ? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പാസ്ഡ് ടു പ്രൊവൈഡ് ലീഗൽ റെക്കഗ്നേഷൻ. ഈ നിയമം പാസ്സാക്കിയത് ലീഗൽ റെക്കഗ്നേഷൻ ഫോർ ട്രാൻസാക്ഷൻ ക്യാരീഡ് ബൈ ദ മീൻസ് ഓഫ് ഇലക്ട്രോണിക് ഡാറ്റ. ഇലക്ട്രോണിക് ഡാറ്റ വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന വസ്തുതകൾക്ക് നിയമപരമായ അംഗീകാരം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പാസ്സാക്കിയത്. ഇൻ്റർചേഞ്ച് അതർ മീൻസ് ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. ഇലക്ട്രോണിക് ഡേറ്റകൾ കൈമാറുന്നതിനെ അംഗീകരിക്കൽ മാത്രമല്ല, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ അംഗീകരിക്കലും കോമൺലി റെഫേർഡ് ആസ്. ഇതിനെ സാധാരണഗതിയിൽ പറയുന്നത് എന്തൊക്കെയാണ്? ഇലക്ട്രോണിക് കോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്കിലൂടെ നടക്കുന്ന കോമേഴ്സിനെ അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വന്നത്. മനസ്സിലായോ? ഇല്ല സർ, അതൊന്നും കൂടെ പറയണം. The Information Technology Act 2000 is passed to provide legal recognition. അത്രയും മനസ്സിലായോ? ഇൻഫർമേഷൻ ടെക്നോളജി വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 എന്ന് പറയുന്ന നിയമം വന്നത് ടു പ്രൊവൈഡ് ലീഗൽ റെക്കഗ്നേഷൻ, നിയമപരമായ അംഗീകാരം കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ആർക്ക്? ഫോർ ദ ട്രാൻസാക്ഷൻസ് ക്യാരീഡ് ബൈ മീൻസ് ഓഫ് ഇലക്ട്രോണിക് ഡേറ്റ. ഇലക്ട്രോണിക് ഡേറ്റ വഴി നടക്കുന്ന ട്രാൻസാക്ഷന് നിയമപരമായ സാധുത കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്തുണ്ടാക്കിയത്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഉണ്ടാക്കിയത്. ശരിയല്ലേ? യെസ്. പിന്നെന്താ വഴിയ? ആൻഡ് മാത്രമല്ല, അതർ മീൻസ് ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, മറ്റ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനെയും എന്ത് കൊടുക്കുന്നതിന് വേണ്ടിയാണ്? നിയമപരമായ സാധുത കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ഉണ്ടാക്കിയത്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഉണ്ടാക്കിയത്. അതിനെ എല്ലാം കൂടി ചേർത്തുകൊണ്ടെന്ന് പറയും ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് ഇ-കോമേഴ്സ്, ഇലക്ട്രോണിക് കോമേഴ്സ് അല്ലെങ്കിൽ ഇ-കോമേഴ്സ് എന്ന് പറയും. മനസ്സിലായോ? യെസ്. അപ്പോൾ രണ്ടുപേരും ഒന്ന് വായിച്ചേ കേൾക്കട്ടെ. Information Technology Act 2000. 1. Information Technology Act was enacted on 9th June 2000. 2. When IT Act 2000 of India came into force on 17th October 2000. 3. Which of the following provisions of the Information Technology Act has been struck down by the Supreme Court? 66A. Section 66A provides punishment for sending offensive messages through communication services. Section 66A of the IT Act 2000 has been struck down by the Supreme Court as unconstitutional in the case Shreya Singhal versus Union of India. 4.
The Information Technology Act 2000 is passed to provide legal recognition for the transaction carried out by means of electronic data interchange and other means of electronic communication commonly referred to as electronic commerce. അഞ്ജുഷ്മോൾ വായിച്ചേ. Information Technology Act 2000. 1. Information Technology Act was enacted on 9th June 2000. 2. When IT Act 2000 of India came into force on 17th October 2000. 3. Which of the following provisions of the Information Technology Act has been struck down by the Supreme Court? 66A. Section 66A provides punishment for sending offensive messages through the communication services. Section 64 of the IT Act 2000 has been struck down by the Supreme Court as unconstitutional in the case Shreya Singhal versus Union of India 2015. 4. The Information Technology Act 2000 is passed to provide legal recognition for the transactions carried out by means of electronic data interchange and other means of electronic communication commonly referred to as electronic commerce. യെസ്. Sir, യെസ്. Electronic signature was introduced by dash. ആരാണ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആരാണ്? ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2008. ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെൻറ്റ് ആക്ട് 2008. 2008 വന്ന ഇൻഫർമേഷൻ ടെക്നോളജിയിലെ അമെൻമെൻ്റാണ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറയുന്ന സംവിധാനത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മനസ്സിലായോ? sir. യെസ്. അടുത്തത് സെൽ ഫോൺസ്, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ്, combination of both or any other device used in communicate and send or transmit any text, video, audio or image is commonly called as dash. Question മനസ്സിലായോ? സെൽ ഫോൺസ്, മൊബൈൽ ഫോൺസ്. പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ്, വ്യക്തിപരമായി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ അസിസ്റ്റൻസ്. കോമ്പിനേഷൻ ഓഫ് ബോത്ത്, മൊബൈൽ ഫോണും പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസും ഒരുമിച്ച് ചേർന്നത്. ഓർ എനി അതർ ഡിവൈസ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേറ്റ്, കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന എന്ത് ഉപകരണമാണെങ്കിലും സെൻഡ് ഓർ ട്രാൻസ്മിറ്റ് എനി ടെക്സ്റ്റ്, അത് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്താൽ, അയച്ചാൽ, വീഡിയോ അയച്ചാൽ, ഓഡിയോ അയച്ചാൽ, ഇമേജ് ഫോട്ടോ അയച്ചാൽ, ഇറ്റ് ഈസ് കോമൺലി കോൾഡ് ആസ് ഡാഷ്. ഇതിനെ മൊത്തത്തിൽ എന്തെന്ന് വിളിക്കും? Communication device. കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എന്ന് വിളിക്കും. അഞ്ജുഷ മോളെ മനസ്സിലായോ? Sir. യെസ്. 7. Any facility from where access to the internet offered by any person in the ordinary course of business to the members of public is called dash. എന്തെങ്കിലും മനസ്സിലായോ ക്വസ്റ്റ്യനെ കുറിച്ച്? ഇല്ല സർ. എനി ഫെസിലിറ്റി, എന്തെങ്കിലും സൗകര്യം. ഫ്രം വെയർ ആക്സസ് ടു ദ ഇൻ്റർനെറ്റ്, ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സൗകര്യം. ഈസ് ഓഫേർഡ് ബൈ എനി പേഴ്സൺ, ഏതെങ്കിലും ഒരു വ്യക്തി ഓഫർ ചെയ്താൽ. ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്, സാധാരണ ബിസിനസ്സിന് വേണ്ടി ഓഫർ ചെയ്താൽ. ഇറ്റ് ദ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക്, പൊതുജനങ്ങൾക്ക് വേണ്ടി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം ഒരാൾ ഓഫർ ചെയ്താൽ അതിനെ എന്ത് വിളിക്കും എന്നാണ് ചോദ്യം. എന്ത് വിളിക്കും? Cyber cafe. സൈബർ കഫേ, ഇൻ്റർനെറ്റ് കഫേ, സൈബർ കഫേ. ഓക്കെ Okay. ഓക്കെ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ, ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായെങ്കിൽ ഒന്ന് വായിച്ചേ. ഏതാ? 5, 6, 7 അല്ലേ? 3 എണ്ണം. 5.
Electronic signature was introduced by the Information Technology Amendment Act 2008. 6. Cell phones, personal digital assistants, combination of both or any other device used to communicate, send or transmit any text, video, audio, or image is commonly called communication device. 7. Any facility from where access to the internet is offered by any person in the ordinary course of business to the members of the public is called cyber cafe. മോള് വായിച്ചേ. 5. Electronic signature was introduced by the Information Technology Amendment Act 2008. 6. Cell phones, personal digital assistants, combination of both or any other device used to communicate, send or transmit any text, video, audio, or image is commonly called communication device. 7. Any facility from where access to the internet is offered by any person in the ordinary course of business to the members of the public is called cyber cafe. യെസ്, എനി ഡൗട്ട്സ്? സാറ് ഏഴാമത്തെ ഒന്നുകൂടി പറയോ? യെസ്. എനി ഫെസിലിറ്റി. ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ സൗകര്യം. എനി ഫെസിലിറ്റി, ഏതെങ്കിലും സൗകര്യം. ഫ്രം വെയർ ടു ആക്സസ് ടു ഇൻ്റർനെറ്റ്, ഇൻ്റർനെറ്റിലേക്ക് ആക്സസ് ചെയ്യാൻ, കടന്നു പോകാൻ അല്ലെങ്കിൽ സഹായിക്കുവാൻ, ആക്സസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സൗകര്യം. ഓഫേർഡ് ബൈ എനി പേഴ്സൺ, ഏതെങ്കിലും വ്യക്തി നമുക്ക് ഓഫർ ചെയ്താൽ, ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്, അത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും ആണ് എങ്കിൽ, ടു ദ മെമ്പേഴ്സ് ഓഫ് പബ്ലിക്, പൊതുജനങ്ങൾക്ക് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ സൗകര്യം ഓഫർ ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ സൈബർ കഫേ എന്ന് പറയും. മനസ്സിലായോ? ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ഇൻ്റർനെറ്റിൻ്റെ സൗകര്യം ഓഫർ ചെയ്താൽ അതിനെ സൈബർ കഫേ എന്ന് പറയും. മനസ്സിലായി? യെസ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ സോഫ്റ്റ്വെയർ interface between physical hardware and the user in the computer system is popularly known as dash. Question മനസ്സിലായോ? The software interface between physical hardware. ഫിസിക്കൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിൽ വ്യത്യാസം എന്താ? If we can touch the device, it is called hardware. If we cannot touch what we use in internet, it is called software. Okay, WhatsApp എന്ന് പറഞ്ഞാൽ it is a software. മൊബൈൽ ഫോണിന് നമുക്കൊരു കവറുണ്ട്, ഇറ്റ് ഈസ് ഹാർഡ്വെയർ. മനസ്സിലായോ? മൊബൈൽ ഫോൺ ഈസ് എ ഹാർഡ്വെയർ ഡിവൈസ്. ബട്ട് വാട്സപ്പ് ഈസ് എ സോഫ്റ്റ്വെയർ. വാട്സപ്പിനെ തൊടാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ. മനസ്സിലായോ? ഫേസ്ബുക്ക് ഈസ് എ സോഫ്റ്റ്വെയർ. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹാർഡ്വെയർ. നമുക്ക് കൊണ്ട് നടക്കാം, എടുക്കാം, ടച്ച് ചെയ്യാൻ പറ്റും. ഇഫ് വി ക്യാൻ ടച്ച്, ഇറ്റ് ഈസ് ഹാർഡ്വെയർ. ഇഫ് വി കനോട്ട് ടച്ച്, ഇറ്റ് ഈസ് സോഫ്റ്റ്വെയർ. മനസ്സിലായോ? The software interface between the physical hardware and used in the computer system is popularly known as dash. ഹാർഡ്വെയറിൽ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കുന്നുവെങ്കിൽ അതിനെ എന്തു പറയും എന്നാണ് ചോദ്യം. എന്ത് ഉപയോഗിക്കും? ഇറ്റ് ഈസ് കോൾഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്തെന്ന് വിളിക്കും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിൻഡോസ് 7 ഇറ്റ് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അല്ലേ? വിൻഡോസ് 2020 ഇറ്റ് ഈസ് അനദർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മനസ്സിലായോ? ഗൂഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റ്വെയർ.
It is a site engineer. It is a software, but it is considered as a site engineer. അപ്പോൾ നമുക്ക് എല്ലാ സൈറ്റ് നോക്കുന്നതിന് വേണ്ടി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു എഞ്ചിനീയറാണ് ഗൂഗിൾ, അല്ലേ? ഗൂഗിൾ ഈസ് എ സൈറ്റ് എഞ്ചിനീയർ. അപ്പോൾ ഇത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റുമായി ബന്ധപ്പെട്ട് ഇച്ചിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ട് പോകണം. നമ്മൾ വക്കീലല്ല, ആരായാലും ഇൻഫർമേഷൻ ടെക്നോളജി ഇല്ല ഇപ്പോൾ പോകാൻ പറ്റുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സൈബർ ക്രൈം? താഴെ പറയുന്നതിൽ സൈബർ ക്രൈം എന്ന് പറയുന്നത് ഏതാണ്? ഹാക്കിംഗ്, ട്രോജൻ, ഇമെയിൽ സ്പൂഫിംഗ്. ഈ മൂന്നിൽ ഏതാണ് സൈബർ ക്രൈം ആയത്? ഏതാണ്? Hacking, email spoofing. യെസ്, ബോത്ത് എ ആൻഡ് സി. ഹാക്കിങ്ങും സൈബർ ക്രൈമാണ്, ഇമെയിൽ സ്പൂഫിങ്. ഇമെയിൽ, അതായത് എൻ്റെ ഇമെയിൽ ഞാൻ അറിയാതെ അഞ്ജുഷ ഉപയോഗിക്കുന്നു എങ്കിൽ ദെർ ഈസ് എ ക്രൈം. അഞ്ജുഷയുടെ ഇമെയിൽ അഞ്ജുഷ അറിയാതെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഞാൻ കയറുന്നു, എൻ്റെ മെസ്സേജ് അയക്കുന്നു, അഞ്ജുഷയ്ക്ക് അയക്കുന്ന മെസ്സേജ് ഞാൻ വായിക്കുന്നു. ഇതൊക്കെ ഇമെയിൽ സ്പൂഫിംഗ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ എ ക്രൈം. ഓക്കെ, റൈറ്റ്? യെസ്. അടുത്തത്. In a computer center, the network used to connect all computers together is called dash. ഒരു കമ്പ്യൂട്ടർ സെൻ്ററിൽ എല്ലാ കമ്പ്യൂട്ടറിനെയും കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനത്തിന് എന്തോ പറയും എന്നാണ് ചോദ്യം. അതിനെ ലാൻ എന്ന് പറയും. വാട്ട് ഈസ് കോൾഡ് ലാൻ? ലാൻ എന്ന് പറഞ്ഞാൽ എന്താ? ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അവിടെ എഴുതി വെക്കണം, ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു സ്ഥാപനത്തിലെ എല്ലാ കമ്പ്യൂട്ടറുകളും ലാൻ വഴി കണക്ട് ചെയ്തിരിക്കും. ഓക്കെ, നമ്മുടെ ഓഫീസിൽ ഒരു വൈഫൈ കണക്ഷനും 4 കമ്പ്യൂട്ടർ ഉണ്ടെന്ന് കരുതുക. ഈ 4 കമ്പ്യൂട്ടറിലും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന സംവിധാനത്തെയാണ് ലാൻ എന്ന് പറയുന്നത്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ലാൻ. ഇൻ എ കമ്പ്യൂട്ടർ സെൻറ്റർ, the network used to connect all computers together is called LAN. മനസ്സിലായോ? Sir. യെസ്, ലാൻ. അടുത്തത് ISP സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. ISP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഇപ്പോൾ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് BSNLൻ്റെയാണ്. അപ്പോൾ നമ്മുടെ സർവീസ് പ്രൊവൈഡർ BSNL. നിങ്ങൾ ഉപയോഗിക്കുന്ന എയർടെൽ ആണെങ്കിൽ നിങ്ങളുടെ സർവീസ് പ്രൊവൈഡർ ആരാണ്? എയർടെലാണ്. മനസ്സിലായോ? മനസ്സിലായോ? sir. യെസ്. DNS സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. DNS എന്താണ്? DNS ഡൊമൈൻ നെയിം സിസ്റ്റം. ഡൊമൈൻ നെയിം സിസ്റ്റം, DNS എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമുക്ക് ഇൻ്റർനെറ്റ് തരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോഡ് നമ്പർ ഉണ്ടാവും. അതിനെയാണ് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. ആ കോഡ് നമ്പർ അടിച്ച അത് വെച്ചിട്ടാണ് നമ്മൾ എത്ര ദിവസത്തേക്കാണ് ചാർജ് ചെയ്തിട്ടുള്ളത്, എന്ന് മുതൽ എന്ന് വരെയാണ് ചാർജ് ഉള്ളത്, എത്ര ഡേറ്റ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് ആര് കണ്ടുപിടിക്കുന്നേ? എയർടെൽ പോലെയുള്ള സർവീസ് പ്രൊവൈഡർ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഞാൻ BSNL ആണ് ഉപയോഗിക്കുന്നത്. ഒരു ദിവസം 1 GB ഉപയോഗിക്കാം, അല്ലെ 2 GB ഉപയോഗിക്കാം. ഞാൻ ഒരു ദിവസം 2 GB ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു മാസത്തേക്ക് ചാർജ് ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞുവോ എന്നൊക്കെ നോക്കുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റം പ്രകാരമാണ്.
സിമ്മിൻ്റെ ഫുൾ ഫോം എന്താ മക്കളെ? സിം, SIM. എൻ്റെ സിം തകരാറിലായിപ്പോയി, ഒരു സിം എടുക്കാൻ പോവുകയാണ് എന്ന് പലരും പറയാറുണ്ട്. വാട്ട് ഈസ് എ സിം? അറിയായിരുന്നു, മറന്നു വെച്ചാ. മെഴുകി. എന്താ മോളെ സിം എന്ന് പറഞ്ഞാൽ? അറിയില്ല സർ. സബ്സ്ക്രൈബേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ മോഡ്യൂൾ. സബ്സ്ക്രൈബേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ മോഡ്യൂൾ. ചോദിച്ചൂടായികയൊന്നുമില്ല. വാട്ട് ഈസ് എ സിം? കേട്ടോ? സബ്സ്ക്രൈബേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ മോഡ്യൂൾസ്. DNS, ഡൊമൈൻ നെയിം സിസ്റ്റം. ISDN സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. ISDN എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്, ISDN. അതൊരു സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റിയെ കാണിക്കുന്നതിനാണ് ISDN എന്ന് പറയുന്നത് കേട്ടോ. ക്വാളിറ്റി ഇപ്പോൾ 3G ആണ്, 4G ആണ് എന്നൊക്കെ പറയത്തില്ലേ? അതിനെ കാണിക്കുന്നതിന് പേരാണ് ISDN എന്നൊക്കെ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? യെസ്. അപ്പോൾ 8ാമത്തെ മുതൽ വായിച്ചോ. The software interface between physical hardware and the user in a computer system is popularly known as operating system. 9. Which of the following is a cybercrime? Hacking or email spoofing? 10. In a computer center, the network used to connect all computers together is LAN. ISP stands for Internet Service Provider. 12. DNS stands for Domain Name System. 13. ISDN stands for Integrated Services Digital Network. just വായിച്ചേ. 8. The software interface between physical hardware and the user in a computer system is popularly known as operating system. 9. Which of the following is a cybercrime? Hacking and email spoofing. 10. In a computer center, the network used to connect all computers together is LAN, Local Area Network. 11. ISP stands for Internet Service Provider. 12. DNS stands for Domain Name System. 13. ISDN stands for Integrated Service Digital Network. Any doubt? Yes, sir. Yes, sir. Yes. DBMS stands for dash. DBMS. എന്താണ് DBMS? ഡാറ്റാ ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഡാറ്റാ ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. സോഫ്റ്റ്വെയർ 14 അല്ലേ? 14 അല്ലേ? സിസ്റ്റമാ. അപ്പോൾ നമ്മളെ തെറ്റിക്കുന്നതിന് വേണ്ടി തൊട്ടപ്പുറത്ത് സോഫ്റ്റ്വെയർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഡാറ്റാ ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, DBMS. അടുത്തത്, ഇൻ്റർനെറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ ഇൻ ഡാഷ്. ഇൻ്റർനെറ്റ് ഇന്ത്യയിൽ ആദ്യമായി ലോഞ്ച് ചെയ്ത് ഏത് വർഷമാണ്? 1995. അടുത്തത്, വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് എവിഡൻസ് by the Information Technology Act 2000. എവിഡൻസ് ആക്ട് പ്രകാരം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എവിഡൻസ് എന്ന് നിർവചിക്കപ്പെടുന്ന ഭാഗം ഏതാണ്? ഇലക്ട്രോണിക് റെക്കോർഡ്. ഇലക്ട്രോണിക് റെക്കോർഡ്. ഇപ്പോൾ ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്. Floppy is another form of electronic record. Hard disk is another form of electronic record. ഇതിനെല്ലാം കൂടെ ചേർത്തുള്ള പേരാണ് ഇലക്ട്രോണിക് റെക്കോർഡ്. മനസ്സിലായോ?
Sir. Yes. In India, cyber terrorism and identity theft are offenses punishable under the dash. സൈബർ ടെററിസവും തഫ്റ്റും ഇന്ത്യയിൽ പണിഷബിളാണ്. ഏത് ആക്ട് പ്രകാരം? ഏത് ആക്ട് പ്രകാരം പണിഷബിളാണ്? Information Technology Act. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം പണിഷബിളാണ്. ഓക്കെ, അടുത്തത് ഗെയിനിങ് ഓഫ് അൺഓതറൈസ്ഡ് ആക്സസ് ടു ഡേറ്റ stored in the computer system is called dash. Unauthorized access, ഒരു കമ്പ്യൂട്ടറിൽ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ ഓതറൈസേഷൻ ഇല്ലാതെ നേടുന്നതിനെ എന്തു പറയും എന്നാണ് ചോദ്യം. എന്തു പറയും? മനസ്സിലായില്ല സർ. ഒരു കമ്പ്യൂട്ടറിൽ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുമതിയില്ലാതെ നമ്മൾ ചോർത്തുന്നതിനെ എന്തു പറയുമെന്ന്? Hacking. ഹാക്കിംഗ്. മനസ്സിലായോ? ഹാക്കിംഗ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഫോർ എ പൊളിറ്റിക്കൽ ഓർ സോഷ്യൽ പർപ്പസ് ഈസ് കോൾഡ് ഡാഷ്. ഒരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയോ സാമൂഹ്യ ആവശ്യത്തിന് വേണ്ടിയോ ഹാക്കിംഗ് നടത്തുന്നതിന് എന്ത് പറയും? ഹാക്ടിവിസം എന്ന് പറയും. എന്ത് പറയും? ഹാക്ടിവിസം. ആക്ടിവിസം. ഇസം എന്ന് പറഞ്ഞാൽ എന്തോ? ISM. ഇസം എന്ന് പറഞ്ഞാൽ എ ക്ലിയർ കട്ട് ഓഫ് ഫിലോസഫി എന്നാണ്. ഇപ്പം ഈ ചെയ്യുന്നതിനൊന്നും ഒരു ഫിലോസഫി ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു. വേറൊരുത്തൻ്റെ കമ്പ്യൂട്ടറിൽ നുഴഞ്ഞു കയറി അവൻ്റെ ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് എന്ത് ഫിലോസഫിയാണ് ഉള്ളത്? ഹാക്ടിവിസം. മനസ്സിലായോ? യെസ്. എനി ഡൗട്ട്? ഇല്ല സാർ. ഇല്ല. ഇല്ലീഗലാണോ? അതൊക്കെ ഇല്ലീഗലാണ്. പിന്നെ വായിച്ചോളൂ, കേൾക്കട്ടെ. DBMS stands for Database Management System. 15. Internet was launched in India in 1995. 16. Which is included in the definition of evidence by the Information Technology Act 2000. Electronic record. 17. In India, cyber terrorism and identity theft are offences punishable under the Information Technology Act. 18. Gaining of unauthorized access to data stored in a computer system is called hacking. 19. Hacking a computer system for a political or a social purpose is called hacktivism. 14. DBMS stands for Database Management System. 15. Internet was launched in India in 1995. 16. Included in the definition of evidence by the Information Technology Act 2000, electronic record. 17. In India, cyber terrorism and identity theft are offenses punishable under the Information Technology Act. 18. Gaining of unauthorized access to data stored in a computer system is called hacking. 19. Hacking a computer system for a political or a social purpose is called hacktivism. Hacktivism. നോക്കൂ, the term dash refers to a bad or criminal hacker. ഹാക്കിംഗ് തന്നെ കുറ്റകരമാണ്. ഹാക്കിങ്ങിൽ വളരെ ക്രിമിനൽ സൈഡ് ഉപയോഗിച്ചുകൊണ്ട് ഹാക്ക് ചെയ്യുന്നവരെ, വളരെ ബാഡായി ഹാക്ക് ചെയ്യുന്നവരെ എന്ത് പേര് വിളിക്കും? എന്ത് വിളിക്കും? Black hat. ബ്ലാക്ക് ഹാറ്റ്. ബ്ലാക്ക് ഹാറ്റ് എന്ന് വിളിക്കും. വിച്ച് ഈസ്
ദി ആക്ട് വിച്ച് പ്രൊവൈഡ്സ് ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഇ ഗവേണൻസ് ഇൻ ഇന്ത്യ. എന്തോ പറഞ്ഞേ? വിച്ച് ഈസ് ദ ആക്ട് വിച്ച് പ്രൊവൈഡ് ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഇ ഗവേണൻസ് ഇൻ ഇന്ത്യ. ഇ ഗവേണൻസിന് വേണ്ടി ലീഗൽ ഫ്രെയിംവർക്ക് ചെയ്തത് എന്താണ്? താഴെ പറഞ്ഞതിൽ എന്താണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? IT ആക്ട് 2000. IT ആക്ട് 2000 ആണ് ഇ ഗവേണൻസ്, ഗവൺമെൻറ് ഇൻ്റർനെറ്റ് വഴി ജനങ്ങളെ നിയന്ത്രിക്കുന്ന സംവിധാനം തുടങ്ങിയത്. ഇ ഗവേണൻസ് ഇൻ ഇന്ത്യ. മനസ്സിലായോ? ഇല്ല സർ. വിച്ച് ഈസ് ദി ആക്ട്, ഏത് നിയമമാണ്? വിച്ച് പ്രൊവൈഡ്സ്, അത് നൽകിയത്. എന്തോന്ന് നൽകിയത്? ലീഗൽ ഫ്രെയിംവർക്ക്, നിയമപരമായ സംരക്ഷണം. എന്തിനു വേണ്ടി? ഇ ഗവേണൻസ്, ഇലക്ട്രോണിക് ഡാറ്റ വഴി, ഇൻ്റർനെറ്റ് വഴി ജനങ്ങളെ ഭരിക്കാൻ, നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിന് അധികാരം കൊടുത്ത നിയമം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? IT ആക്ട്. IT ആക്ട് 2000. IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ആണ് ജനങ്ങൾക്ക് എന്ത് കൊടുത്തത്? ഇ ഗവേണൻസ് നൽകിയത്. മനസ്സിലായോ? അടുത്ത്, വിച്ച് സെക്ഷൻ ഓഫ് IT ആക്ട് ഡീൽസ് വിത്ത് ദി ലീഗൽ റെക്കഗ്നേഷൻ ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. ഇലക്ട്രോണിക് റെക്കോർഡ്സ് സൂക്ഷിക്കുന്നതിന് നിയമപരമായ അംഗീകാരം കൊടുത്തത് ഏതാണ്? ഏതാണ്? സെക്ഷൻ 4. സെക്ഷൻ 4. അത് പഠിക്കണം കേട്ടോ. വിച്ച് സെക്ഷൻ ഓഫ് IT ആക്ട് ഡീൽസ് വിത്ത് ദി ലീഗൽ റെക്കഗ്നേഷൻ ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. ഇലക്ട്രോണിക് റെക്കോർഡ്സിൻ്റെ ലീഗൽ റെക്കഗ്നേഷൻ അംഗീകരിച്ചത് ആരാണ്? സെക്ഷൻ 4 ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ആണ്. മനസ്സിലായോ? എഴുത്. വിച്ച് സെക്ഷൻ ഓഫ് IT ആക്ട് ഡീൽസ് വിത്ത് ദ ഹാക്കിംഗ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് പെനാലിറ്റീസ്. കമ്പ്യൂട്ടർ സിസ്റ്റം ഹാക്ക് ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ ശിക്ഷാവിധികളെയും കുറിച്ചും പറയുന്നത് ഏത് സെക്ഷനിലാണ്? ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 66. What is the maximum penalty for damage to computer systems, unauthorized access, download data, infecting virus, denial of access, etc. as per section 43 of IT Act 2000. IT Act സെക്ഷൻ 43 പ്രകാരം കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയോ അൺഅതറൈസ്ഡ് ആക്സസ് ചെയ്താലോ ഡേറ്റ ഡൗൺലോഡ് ചെയ്താലോ വൈറസിനെ കടത്തിവിട്ടാലോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ, അല്ലെങ്കിൽ ആക്സസ് ഡിനൈ ചെയ്താലോ 43 പ്രകാരം എത്ര രൂപയാണ് ശിക്ഷ ഏർപ്പെടുത്തുന്നത്? എത്ര രൂപയാണ്? എത്ര രൂപയാണ്? 1 crore. 1 കോടി. അപ്പോൾ ഒരാളൊരു പെൻഡ്രൈവ് തന്നു, ആ പെൻഡ്രൈവിൽ വൈറസ് ഉണ്ടായിരുന്നു, നമ്മുടെ കമ്പ്യൂട്ടർ ചീത്തയായി പോയാൽ കേസ് കൊടുത്താൽ എത്ര കോടി കിട്ടും? 1 crore. 1 crore. 1 കോടി രൂപ കിട്ടും. കുടി കിട്ടിയോ? യെസ്. അടുത്ത, ദ മേജർ അമെൻമെൻറ്റ് ടു IT Act 2000 was introduced in the form of IT Amendment Act 2008 which came into effect on dash. 2000 വന്ന IT ആക്ടിന് 2008 ഒരു മേജർ അമെൻമെൻറ്റ് വന്നു. ആ മേജർ അമെൻമെൻറ്റ് വന്നത് ഏത് ദിവസമാണ് എന്നാണ് ചോദ്യം. ഏത് ദിവസമാണ്?
ഒക്ടോബർ 27th of 27th October 2009. 2008 അമെൻമെൻറ്റ് വന്നത്, പക്ഷേ അത് പ്രായോഗികമായി നടപ്പാക്കിയത് October 27, 2009. ഓക്കെ, റെഡി? sir. യെസ്. എനി ഡൗട്ട്? ഇല്ല sir. ഇല്ല സർ. അപ്പോൾ വായിച്ചോ. 20. The term black hat refers to a bad or criminal hacker. 21. Which is the act which provides legal framework for e-governance in India? IT Act 2000. 22. Which section of IT Act deals with the legal recognition of electronic records? Section 4. 23. Which section of IT Act deals with hacking of computer system and its penalties? Section 66. 24. What is the maximum penalty for damage to computer systems, unauthorized access, download of data infecting with virus, denial of access as per Section 43 of IT Act 2000? 1 crore. 25. Major amendments to IT Act 2000 was introduced in the form of IT Amendment Act 2008, which came into effect on 27th October 2009. ഇംഗ്ലീഷ് വായിച്ചേ. Sir. 20. The term refers to a bad or criminal hacker, black hat. 21. Which is the act which provides legal framework for e-governance in India? IT Act 2000. 22. Which section of IT Act deals with the legal recognition of electronic records? Section 4. 23. Which section of IT Act deals with hacking of computer systems and its penalties? Section 66. 24. What is the maximum penalty for damage to computer systems, unauthorized access, download of data infecting with virus, denial of access, etc. as per Section 43 of IT Act 2000? Rupees 1 crore. 25. Major amendments to IT Act 2000 was introduced in the form of IT Amendment Act 2008, which came into effect on 27th October 2009. Any doubt? ഇല്ല sir. ഇല്ല സർ. Yes. Next. IT Act 2000 amended various sections of which of the following act? IT Act 2000 വന്നതോടുകൂടി താഴെ പറയുന്ന ഒരു നിയമത്തിൽ അനേകം ഭേദഗതികൾ വന്നു. അത് ഏത് നിയമത്തിലാണ് എന്നാണ് ചോദ്യം. ഏത് നിയമത്തിലാണ്? ഏതാണ് മക്കളെ? Indian Penal Code 1860. All the above. IPC, Indian Penal Code 1860. Reserve Bank of India Act 1934. Indian Evidence Act 1872 and Bankers Book Act 1891. ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ നിയമങ്ങളിലും മേജർ അമെൻമെൻറ്റ് വന്നത് 2000 കാരണം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 നിലവിൽ വന്നപ്പോഴേക്കും നിലവിലുണ്ടായിരുന്ന ട്രഡീഷണൽ നിയമങ്ങളെല്ലാം മാറേണ്ട സാഹചര്യം വന്നു. മനസ്സിലായോ? യെസ്. 27. What is the penalty for publishing images of a person's private parts without consent as per IT Amendment Act 2008? ആ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു വ്യക്തിയുടെ സ്വകാര്യ ഭാഗങ്ങൾ, പ്രൈവറ്റ് പാർട്ട്, ആ വ്യക്തിയുടെ അനുവാദമില്ലാതെ ഇൻ്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ചാൽ എന്താണ് ശിക്ഷ എന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ പെനാലിറ്റി ഫോർ പബ്ലിഷിംഗ് ഇമേജസ് ഓഫ് എ പേഴ്സൺസ് പ്രൈവറ്റ് പാർട്ട് വിത്തൗട്ട് കൺസെൻറ്റ് ആസ് പെർ IT Amendment Act 2000? എത്രയാണ്?
3 years imprisonment or 2 lakhs rupees penalty or both. 2 ലക്ഷം രൂപയോ 3 വർഷം തടവോ രണ്ടും കൂടിയോ ലഭിക്കും. മനസ്സിലായോ? ഇപ്പം എല്ലാവരുടെ കയ്യിലും ക്യാമറ ഫോണാണ്. ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടാൽ മതി, 3 വർഷവും 2 ലക്ഷം രൂപയും പോയി കിട്ടും. കേട്ടോ? IT ആക്ട് ഒന്നും പിള്ളേർക്ക് അറിയത്തില്ല. പിള്ളേർ IT ആക്ടും പഠിച്ചിട്ടല്ല മൊബൈൽ വാങ്ങുന്നത്. പണി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. മനസ്സിലായല്ലോ? In IT Act 2008, Section 65 deals with dash. IT Act 2008 Amendment Act പ്രകാരം IT Act 2000 ആണ്, Amendment Act ആണ് 2008. മനസ്സിലായല്ലോ? അതിലെ സെക്ഷൻ 65 എന്ത് പറയുന്നു എന്നാണ് ചോദ്യം. എന്ത് പറയുന്നു? ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്. ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്. കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റിനെ ടാമ്പർ ചെയ്യുക. എന്തുവാണ് ടാമ്പർ ചെയ്യുക? നശിപ്പിച്ച് കളയുക. കേട്ടോ? ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇൻ IT Act 2008 Section 65 deals with tampering with computer sources document. Yes. അടുത്തത് 29. Section 65F 66F of Information Technology Act 2008 deals with dash. എന്താണ് ഡീൽ ചെയ്യുന്നത്? സൈബർ ടെററിസം. സൈബർ ടെററിസം. അപ്പം ടെററിസ്റ്റുകൾക്ക് ഏറ്റവും പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നത് ഇൻ്റർനെറ്റ് വഴിയാണ്. യാത്ര ചെയ്യണ്ട, വരണ്ട, ഗൂഗിൾ മീറ്റ് ഓണാക്കൂ എന്ന് പറഞ്ഞിട്ട് ഓണാക്കി നിർദ്ദേശം കൊടുത്താൽ മതി, അല്ലേ? മൊബൈൽ ഫോൺ ആകുമ്പോൾ ഏത് പാതാളത്തിൽ ഇരുന്നാലും കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ 66F എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സൈബർ ടെററിസത്തിനെ കുറിച്ചാണ് പറയുന്നത്. എനി ഡൗട്ട്? അപ്പോൾ വായിക്കാം. 26. IT Act 2000 amended various sections of the following acts: Indian Penal Code 1860, Reserve Bank of India Act 1934, Indian Evidence Act 1872, Bankers Book Evidence Act 1891. 27. What is the penalty for publishing images of a person's private parts without consent as per IT Amendment Act 2008? 3 years imprisonment or 2 lakh rupees penalty or both. 28. In IT Act 2008, Section 65 deals with the tampering with the computer source documents. 29. Section 66F of IT Act 2008 deals with the cyber terrorism. Amended various sections of which of the following acts? Penal Code 1860, Reserve Bank of India Act 1934, Indian Evidence Act 1872 and Bankers Book Evidence Act 1891. 27. What is the penalty for publishing images of a person's private parts without consent as per IT Amendment Act 2008? 3 years imprisonment or 2 lakh rupees penalty or both. 28. In IT Act 2008, Section 65 deals with tampering with computer source documents. 29. Section 66F of IT Act 2008 deals with cyber terrorism.